പാകിസ്ഥാന്റെ ആണവായുധ ശേഖരം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഉത്തരവാദിത്തമില്ലാത്ത തെമ്മാടി രാജ്യത്തിന്റെ കൈകളിൽ ആണവായുധങ്ങൾ സുരക്ഷിതമാണോ എന്ന് ലോകത്തോട് അദ്ദേഹം ചോദിച്ചു. പാകിസ്ഥാന്റെ ആണവ ബ്ലാക്ക്മെയിലിംഗ് ഇനി വെച്ചു പൊറുപ്പിക്കില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് രാജ്നാഥിന്റെ പരാമർശം. ജമ്മുകാശ്മീരിൽ ശ്രീനഗറിൽ ബദാമി ബാഗ് സൈനിക കേന്ദ്രത്തിൽ ഇന്നലെ നടന്ന സമ്മേളനത്തിലാണ് പ്രതിരോധ മന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. പാകിസ്ഥാന്റെ ആണവായുധ ശേഖരം ഐക്യരാഷ്ട്രസഭയുടെ ആണവ ഏജൻസിയായ IAEA നിരീക്ഷണത്തിൽ കൊണ്ടുവരണമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. വളരെ വ്യക്തമായി ഇക്കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും ലോകത്തോട് ഈ ചോദ്യം ഉന്നയിക്കാൻ ആഗ്രഹിച്ചുവെന്നും തെമ്മാടിയും ഉത്തരവാദിത്തമില്ലാത്തതുമായ രാജ്യത്തിന്റെ കൈകളിൽ ആണവായുധങ്ങൾ സുരക്ഷിതമാണോ, ഇന്ത്യക്കെതിരെ ആണവ ആക്രമണങ്ങൾ നടത്തുമെന്നും പലതവണ നിരുത്തരവാദപരമായി പാകിസ്ഥാൻ ഭീഷണിപ്പെടുത്തിയതായും ലോകം മുഴുവൻ കണ്ടിട്ടുണ്ട്. പാകിസ്ഥാന്റെ ആണവ ഭീഷണി പോലും ഗൗനിച്ചിട്ടില്ല എന്ന വസ്തുതയിലൂടെ ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പ്രതിജ്ഞ എത്ര ശക്തമാണെന്ന് മനസ്സിലാക്കാമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. അതേസമയം പാകിസ്ഥാനിലെ ആണവ സ്ഥാപനങ്ങളെ ആക്രമിച്ചിട്ടില്ലെന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കി. കിരാന കുന്നുകൾ ആക്രമിച്ചിട്ടില്ലെന്ന് വ്യോമസേന ഡയറക്ടർ ജനറൽ എയർ മാർഷൽ AK ഭാരതി പറഞ്ഞു. ഇന്ത്യക്കെതിരെ ഭീകരാക്രമണം തുടർന്നാൽ ഭീകരരുടെ നെഞ്ച് പിളർക്കുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. നിരപരാധികളെ കൊല്ലുന്നത് തീവ്രവാദികളുടെ കർമ്മമാണെങ്കിൽ അവരെ ഇല്ലാതാക്കുക എന്നത് ഇന്ത്യയുടെ ഭാരതീയ ധർമ്മമാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. പഹൽഗാമിൽ ധർമ്മം ചോദിച്ച് തീവ്രവാദികൾ നിരപരാധികളെ കൊന്നു. അതിന് നൽകിയ മറുപടി ലോകം മുഴുവൻ കണ്ടു. അവരുടെ കർമ്മം നോക്കിയാണ് ഇന്ത്യ തീവ്രവാദികളെ കൊന്നത്. എന്നാൽ ധർമ്മം നോക്കി നിരപരാധികളെ കൊല്ലുന്നതാണ് പാകിസ്ഥാന്റെ കർമ്മമെന്നും ശ്രീനഗറിലെ ബദാമി ബാഗ് കൺട്രോൺമെന്റിൽ നടന്ന സമ്മേളനത്തിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞു. എന്നാൽ അതിർത്തി കടന്നുള്ള തീവ്രവാദം പാകിസ്ഥാൻ വിശ്വസനീയമായി എന്നേക്കും അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കൽ തുടരുമെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ മരവിപ്പിച്ച 1960-ലെ നദീജല കരാറിൽ ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഇന്ത്യയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചതിന് പിന്നാലെയാണ് തീവ്രവാദം അവസാനിപ്പിക്കാതെ മരവിപ്പിക്കൽ നടപടിയിൽ നിന്നും പിന്നോട്ടില്ലെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത്. സിന്ധു നദീജലത്തിന് പാകിസ്ഥാനിലുള്ള പ്രാധാന്യം വ്യക്തമാക്കി ഇന്ത്യയുടെ കരാർ മരവിപ്പിക്കൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലി മുർസാഹ ഇന്ത്യക്ക് കത്തയച്ചിരുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ജയശങ്കർ നിലപാട് വ്യക്തമാക്കിയത്. സിന്ധു നദീജല കരാറിൽ ഇന്ത്യ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള ആശങ്കകളിൽ ചർച്ച നടത്താനുള്ള സന്നദ്ധത പാകിസ്ഥാന്റെ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിലും പാകിസ്ഥാനുമായുള്ള ഏതൊരു ചർച്ചയും തീവ്രവാദത്തെ സംബന്ധിച്ച് മാത്രമായിരിക്കുമെന്നും ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ജയശങ്കർ വ്യക്തമാക്കി. കൈമാറേണ്ട തീവ്രവാദികളുടെ പട്ടിക പാകിസ്ഥാനിന്റെ കൈവശമുണ്ടെന്നും തീവ്രവാദി കേന്ദ്രങ്ങൾ അവർ പൂർണ്ണമായും അടച്ചുപൂട്ടണമെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം കർശനമായി ഉഭയകക്ഷിപരമായിരിക്കും. ഈ വിഷയത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു ദേശീയ സമവായമുണ്ടെന്നും അതിൽ നിന്ന് മാറ്റമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കശ്മീർ വിഷയത്തിൽ ഒരേ ഒരു കാര്യമേ ചർച്ച ചെയ്യാനുള്ളൂ. അത് ഇന്ത്യൻ പ്രദേശത്ത് നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന പാക് അധിനിവേശ കശ്മീർ ഒഴിപ്പിക്കുക എന്നതാണെന്നും ജയശങ്കർ പറഞ്ഞു. യുഎസുമായുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. തീരുവയില്ലാതെയുള്ള വ്യാപാര കരാർ ഇന്ത്യ അമേരിക്കയ്ക്ക് വാഗ്ദാനം ചെയ്തുവെന്നും ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടതിനോടായിരുന്നു ജയശങ്കറിന്റെ പ്രതികരണം. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് മാധ്യമങ്ങളിലൂടെ രാജ്യത്തെ അറിയിച്ച വനിതാ സൈനിക ഉദ്യോഗസ്ഥരിൽ ഒരാളായ കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ മധ്യപ്രദേശ് ക്യാബിനറ്റ് മന്ത്രി കുൻവർ വിജയ് ഷാ നടത്തിയ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. സംവേദനക്ഷമത പാലിക്കേണ്ട സമയങ്ങളിൽ ഭരണഘടനാ പദവികൾ വഹിക്കുന്ന വ്യക്തികൾ ഉത്തരവാദിത്തത്തോടെ സംസാരിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവരുടെ ബെഞ്ച് താക്കീത് നൽകി. രാജ്യം പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നുപോകുമ്പോൾ പൊതുപരാമർശത്തിൽ അന്തസ്സ് നിലനിർത്തേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് മന്ത്രിയെ കോടതി ഓർമ്മിപ്പിച്ചു. സോഫിയ ഖുറേഷിയെ തീവ്രവാദികളുടെ സഹോദരി എന്ന് വിശേഷിപ്പിച്ച BJP മന്ത്രിയുടെ പ്രസ്താവനയിൽ FIR ഇട്ട് കേസെടുക്കാൻ മധ്യപ്രദേശ് ഹൈക്കോടതി ബുധനാഴ്ച ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ ഷാ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് വിഷയത്തിൽ രൂക്ഷ വിമർശനം നേരിട്ടത്. വിഷയത്തിൽ അടിയന്തര വാദം ആവശ്യപ്പെട്ടെങ്കിലും അത് നിരസിച്ച് കോടതി FIR സ്റ്റേ ചെയ്യാനും വിസമ്മതിച്ചു. ഹർജി പരിഗണിക്കും. വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും ഹൈക്കോടതിയെ അറിയിക്കാനും ബെഞ്ച് നിർദ്ദേശിച്ചു. മന്ത്രിയുടെ പരാമർശത്തിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചതായും തന്റെ വാക്കുകളെ മാധ്യമങ്ങളാണ് മറ്റു തലത്തിലേക്ക് എത്തിച്ചതെന്നും ഷായ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷക ബിഭവദത്ത മഖിജ കോടതിയിൽ പറഞ്ഞു.
എന്നാൽ ഈ വാദങ്ങളെല്ലാം സുപ്രീം കോടതി തള്ളുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം ആഘോഷിക്കുമ്പോൾ പൊതുപരിപാടിയിലെ BJP മന്ത്രിയുടെ പ്രസ്താവന കേന്ദ്ര സർക്കാരിനെയും പാർട്ടിയെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരുന്നു. വിവാദ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ഹൈക്കോടതി ഇടപെട്ടതോടെ ബുധനാഴ്ച വൈകുന്നേരമാണ് ഭാരതീയ ന്യായ സംഹിതയിൽ വിവിധ വകുപ്പുകൾ ചേർത്ത് മന്ത്രിക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്.